ശബരിമലയിലെ സ്വർണ്ണപ്പാളി കാണാതായ സംഭവത്തിൽ ഗൗരവതരമായ വീഴ്ച ദേവസ്വം ബോർഡിന് പറ്റിയെന്നാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഇന്നത്തെ നിരീക്ഷണം. അതുമാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റസമ്മതം എന്ന നിലയിൽ ദേവസ്വം വിജിലൻസ് കോടതിയെ അറിയിക്കുന്നത് ഈ സ്വർണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ, സ്വർണ്ണപ്പാളിയുടെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ കാണാനില്ല എന്നാണ്. ശബരിമലയിൽ എത്ര സ്വർണ്ണമുണ്ട്, ഇക്കാര്യത്തിലൊക്കെ ദേവസ്വം ബോർഡ് ഭരണത്തിൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയമൊക്കെ ഉയർന്നു വരുന്ന തരത്തിലാണ് ഇന്നത്തെ കോടതിയിലെ ദേവസ്വം വിജിലൻസിന്റെ നിലപാടും ഹൈക്കോടതിയുടെ ഇടപെടലും. ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ വിഷയങ്ങളൊക്കെ പരിശോധിക്കുന്ന സ്വർണത്തിന്റെ കണക്കെടുപ്പ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിയോഗിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ന് ഹൈക്കോടതി. സ്വർണ്ണപ്പാളിയിൽ അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ ഹൈക്കോടതി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല സന്നിധാനത്തെ കാര്യങ്ങൾ ഇത്രമേൽ കുത്തഴിഞ്ഞതായിരിക്കുമെന്ന്. ഇന്നെന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ഓഫീസർ നേരിട്ട് ഹാജരായാണ് അന്വേഷണ വിവരങ്ങൾ ദേവസ്വം ബെഞ്ചിനെ ധരിപ്പിച്ചത്. കോടതിയും ചില ചോദ്യങ്ങൾ എസ് പിയോട് ചോദിച്ചു. അദ്ദേഹം കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചു. അതായത് ഈ പീഠം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് എവിടെ നിന്ന് കിട്ടി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ ആരാണിത് കൊണ്ടുപോയി വെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കോടതി മുമ്പാകെ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിച്ചതിൻ്റെ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ചപ്പോഴാണ് കോടതിക്ക് ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ മൂല്യനിർണ്ണയമോ കണക്കോ ശബരിമലയിൽ ഇല്ല എന്ന കാര്യം വ്യക്തമായത്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിയോട് ശബരിമലയിലെ മൊത്തം സ്വർണത്തിന്റെ കണക്ക്, അതിന്റെ മൂല്യനിർണ്ണയം നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോകാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങരുത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ അതും കണ്ടെത്തണം. ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിൽ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. അതിൽ ഓരോരുത്തരുടെയും പങ്ക് എന്ത് എന്നത് കൃത്യത വരുത്തി അറിയിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന് അടുത്ത മാസം അവസാനം വരെ കോടതി സമയവും അനുവദിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ദ്വാരപാലക ശില്പം ത്തിലെ സ്വർണ്ണപ്പാളികൾ, അത് വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടി അഴിച്ചു കൊടുത്ത സമയത്ത് കൃത്യമായി നടപടിക്രമങ്ങളൊന്നും തന്നെ പൂർത്തീകരിച്ചിട്ടില്ല എന്നതാണ് ഹൈക്കോടതിക്ക് വ്യക്തമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ ഇഷ്ടപ്രകാരം അത് കൊണ്ടു നടക്കുകയായിരുന്നു. ഏതാണ്ട് ഒരു മാസത്തോളം കയ്യിൽ വെച്ചതിന് ശേഷമാണ് സ്വർണം പൂശാൻ കൊടുക്കുന്നത്. അത്തരം കാര്യങ്ങളൊന്നും തന്നെ ദേവസ്വത്തിൻ്റെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. അതോടൊപ്പം തന്നെ പല രജിസ്റ്ററുകളും അവിടെ നിന്ന് കാണാനില്ല എന്ന കാര്യം കൂടി ദേവസ്വം വിജിലൻസ് എസ് പി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വിശദമായ അന്വേഷണം വേണ്ടിവരിക. രഹസ്യ സ്വഭാവത്തിലായിരിക്കണം ഈ അന്വേഷണമെന്നും ഒരു ദേവസ്വം ഉദ്യോഗസ്ഥനോടും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യരുതെന്നും കൂടി ഹൈക്കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഉദ്യോഗസ്ഥനുമേൽ വലിയൊരു ഉത്തരവാദിത്വമാണ് വന്നിരിക്കുന്നത്. എന്തായാലും അത് ഈ മാസം അവസാനത്തോടുകൂടി കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്. അതേസമയം സ്വർണ്ണപീഠം കണ്ടെത്തി, അത് വലിയ ആശ്വാസകരമെന്ന പ്രതികരണം ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് വരുന്നു. PS പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെയോ ഒപ്പം ചേർന്ന് വലിയ ഗൂഢാലോചന നടത്തിയെന്ന് സ്ഥാപിക്കാനാണ് പ്രശാന്തൻ തന്നെ പ്രതികരണത്തിൽ ശ്രമിച്ചത്. എന്നാൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ന്യായീകരിക്കുന്ന നിലപാടാണ് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് A. പത്മകുമാർ സ്വീകരിച്ചത്. എന്തിനു വേണ്ടിയാണ് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന രീതിയിൽ പഴിചാരി കള്ളം പറഞ്ഞത്? എന്നെ മോഷ്ടാവാക്കിയില്ലേ? അതിനാരാ സമാധാനം പറയുന്നത്? അപ്പോൾ ഇയാളുടെ ഒരു വാക്കാണ്, ഇയാൾക്കറിയാമായിരുന്നു ഇയാളുടെ കസ്റ്റഡിയിൽ സാധനം ഉണ്ടെന്ന്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പകിട്ട് കളയുവാൻ വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി ആസൂത്രണം ചെയ്ത് നടത്തിയതാണ് എന്നാണ് എൻ്റെ ആരോപണം. ഇയാൾ ഈ കൈവശം വെച്ചിട്ട് എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനകത്ത് വേറെ വലിയ ലാഭമുള്ള കേസൊന്നുമല്ല. എന്നുവെച്ചാൽ ആകെയുള്ളൊരു ഇതെന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തിന് മുമ്പിലിരിക്കുന്ന ദ്വാരപാലകരുടെ ശില്പവുമായി ബന്ധപ്പെട്ട അതിൻ്റെ അടിയിലത്തെ പാളിയെന്ന് മാത്രമേ ഉള്ളൂ. എന്താ അതിനകത്ത് വേറെ ലാഭമൊന്നുമുള്ള കേസല്ല. പക്ഷെ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും വിജിലൻസിൻ്റെ ബാക്കി നടപടികൾ നടക്കട്ടെ, കോടതിയുടെ തീരുമാനം വരട്ടെ.